അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷം, സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ ഈ സഫർ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നത്തെ രാത്രി വളരെയധികം പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ദിനത്തിൻ്റെ അന്നത്തെ രാത്രി അഥവാ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെയധികം മഹത്വമുള്ള ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇന്ന് ഒരുപാട് സൽക്രമങ്ങൾ നമ്മൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു രാത്രിയും കൂടെയാണ് ഇന്നത്തെ രാത്രി. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള രാത്രികളിൽ എണ്ണപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. എന്നാൽ ഇന്നത്തെ ദിവസത്തിൽ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികളിലൊക്കെ സ്വലാത്ത് വ്യാഴാഴ്ച ദിവസത്തിൽ സ്വലാത്ത് ഉണ്ടാവാറുണ്ട്. ഈ സ്വലാത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ സ്വലാത്തിന് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ മഹത്വമുണ്ട് എന്ന് നമ്മുടെ പൂർവികർക്കറിയാം. അതുകൊണ്ട് അവർ തുടങ്ങി വെച്ചതാണ് വ്യാഴാഴ്ച ആ ദിവസത്തെ അന്നത്തെ രാത്രിയിലെ അഥവാ വെള്ളിയാഴ്ച രാവിൻ്റെ അന്നത്തെ ദിവസത്തിലുള്ള സ്വലാത്ത്. ഇത് നോക്കൊണ്ട് മാരിബ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ പൂർവികരായ ഉപ്പയും ഉമ്മയും ബന്ധപ്പെട്ടവരൊക്കെ പിന്നെ വീടുകളിലും അതുപോലെ തന്നെ ഉപ്പമാരൊക്കെ പള്ളിയിൽ വന്നിട്ടൊക്കെ സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ഒരു ചീരിനി ഉണ്ടാവും അല്ലേ? ആ ചീരിനി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ മക്കളൊക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസം. ഇങ്ങനത്തൊക്കെ കാലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ കാലം മുന്നോട്ട് പോകുന്നപ്പോൾ നമുക്കതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു ചെയ്യേണ്ടതല്ല, ഒരു ഗൗരവമല്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ധാരാളം സ്വലാത്തുകൾ, എത്ര സ്വലാത്താണോ നമുക്ക് കഴിയുന്നത് ആ സ്വലാത്തുകൾ മുഴുവനും നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നാരിയത്ത് സ്വലാത്ത് അല്ലേ, ഇബ്രാഹിമിയ സ്വലാത്ത്, അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്ത് തിബ്, ഇങ്ങനെ തുടങ്ങി ഇന്ന് നമുക്ക് സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് അറിയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിലുണ്ട്. സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും ഓതി നമ്മൾ അത് ചൊല്ലി നമ്മൾ അതിൻ്റെ പുണ്യം കരഗതമാക്കണം. രണ്ടാമതായിട്ട് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യണം. അത് ഇന്ന് ഓതാം, നാളെയും ഓതാം, എത്രയാണോ നമുക്ക് കഴിയുന്നത് അതത്രയും നമ്മൾ ആ ജുമുഅ നമസ്കാരത്തിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഓതി തീർക്കണം. ഇപ്പോൾ ഇന്ന് ഒരാൾ ഓതിരി നാളെ ഓതണോ, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി വെച്ചു നാളത്തോട് പൂർത്തീകരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ അൽ കഹ്ഫ് സൂറത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പരമാവധി ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചെയ്യുക. വെള്ളിയാഴ്ച അതിൻ്റെ രാത്രിയിലാവാം, എപ്പോഴുമാകാം, ഏത് സമയത്ത് വേണമെങ്കിലും ചെല്ലാമെന്ന് അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കൂടുതൽ നമ്മൾ ദുആയും ഇസ്തിഗ്ഫാറും ഇന്നത്തെ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ രാത്രിയോടുകൂടെ നാളെ ജുമുഅ നമസ്കാരത്തിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മൾ ചൊല്ലിയിരിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന ദുആകൾ, എത്രമാത്രം നമുക്ക് ദുആകൾ അറിയുമോ? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ദുആകൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം അല്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പിന്നെയോ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ അല്ലേ? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം അല്ലേ? ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്ന പ്രാർത്ഥനകളാണ്. ഇതൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. ഇനി നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഓരോ പ്രവാചകന്മാർക്കുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം. ഇനി അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മലയാളത്തിൽ അറിയാൻ കഴിയുന്ന പ്രാർത്ഥനകൾ നമ്മൾ അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുക. ഇനി അദ്കാറിൻ്റെ കിതാബുകളിൽ ഒരുപാട് അദ്കാറിൻ്റെ കിതാബുകൾ നമുക്കുണ്ട്, അതൊക്കെ എടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇങ്ങനെ എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ദുആ ചെയ്യേണ്ട ഒരു രാത്രിയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടതാണ് ഇന്നത്തെ രാത്രി മുതൽ സ്വലാത്ത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാറിനെ.
ഒരുപാട് ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യുക. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ എത്ര പാപങ്ങൾ കണ്ടിട്ടുണ്ടാകും, എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്ര പാപത്തിൻ്റെ വഴികളിലൂടെയാണ് ഞാനും നിങ്ങൾക്ക് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല കഴുകി ശുദ്ധമാക്കി തരാൻ, നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരാൻ പറ്റുന്ന ഒരു പവിത്രമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെ പാപങ്ങൾ കേറ്റു പറഞ്ഞ് പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലണം. അതേപോലെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതാണ് രാത്രിയിൽ തഹജ്ജുദ് നമസ്കാരം. ഇന്നത്തെ ദിവസം അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം ദുആക്ക് ഇജാബത്ത് അവിടുന്ന് നൽകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം രാത്രിയിൽ നമ്മൾ ആത്മാർത്ഥമായി ഇരുന്ന് കൊണ്ട് നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച് നമ്മൾ ദുആ എടുക്കണം. നോക്കൂ നിങ്ങൾ, രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ, സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും പവിത്രമാണല്ലോ തഹജ്ജുദ് നമസ്കാരം. ഒന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞൊന്ന് ഉറങ്ങിയിട്ട് നമ്മളൊന്ന് എണീറ്റിട്ട് ആ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് വലിയ ഇജാബത്തുണ്ട്. നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ ചോദിക്കുന്നത് നൽകാൻ അള്ളാഹു കാത്തു നിൽക്കുന്ന രാത്രിയാണ്. നോക്കൂ നിങ്ങൾ, എത്ര നമ്മൾ ചിലപ്പോൾ സ്വലാത്തുകൾ ചൊല്ലിയാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും പിന്നെ ചിലപ്പോൾ നമുക്ക് അത്രക്ക് തന്നെ ഖുശൂ ലഭിക്കണമെന്നില്ല, ഒരു ഭക്തി നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ രാത്രി സമയത്ത് നമ്മളൊന്ന് ഉറങ്ങി ഒന്ന് എണീറ്റ് ഉളൂഹ് ചെയ്ത് ഒന്ന് കുളിച്ച് നമ്മളൊന്ന് നിസ്കാരത്തിലേക്ക് നമ്മൾ 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് നമുക്കതിനുള്ള ആ ഒരു മനസ്സിനകത്തുള്ള വലിയൊരു നന്മ, ഒരു ഖുശൂ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. തൻ്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൻ്റെ അടിമയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു ഇബാദത്താണ് തഹജ്ജുദ് നമസ്കാരം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ പള്ളിക്കകത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മളൊന്ന് എണീറ്റിരുന്നിട്ട് നമ്മളവിടുന്ന് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമ്മൾ ഓർമ്മയിലുണ്ടാകണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നോക്കൂ, നമ്മൾ എണീക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ അലാറം വെച്ച് എണീറ്റിട്ട് ആ 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും നല്ലൊരു അമൽ, തഹജ്ജുദിൻ്റെ ഏറ്റവും പൂർണ്ണമായ നല്ലൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് വളരെ ഇജാബത്ത് നൽകുന്ന ഒരു വിധവും ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ രാത്രി സമയത്ത് കിടന്ന് നമ്മൾ എണീറ്റ് കുറച്ച് നേരത്തെ നമ്മൾ എണീറ്റ് അലാറൊക്കെ വെച്ച് നമ്മൾ എണീറ്റ് 1ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ടത് യാസീൻ ഓതുക. യാസീൻ ഓതുമ്പോൾ യാസീൻ കൊണ്ടാണ് നമ്മൾ തഹജ്ജുദ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. 4 റക്അത്തായിട്ട് നമ്മൾ നിസ്കരിക്കുക. ഈ യാസീനെ 4 ഭാഗങ്ങളാക്കിയിട്ട് 4 റക്അത്തുകളിലും നമ്മൾ യാസീൻ ഓതി ആ യാസീൻ നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ 4 റക്അത്തായിട്ട് നമ്മൾ പിന്നെ തഹജ്ജുദ് നമസ്കരിച്ചാൽ അതിന് വലിയ എന്താണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നത്, അത് ചോദിക്കുന്നത് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം, അല്ലേ? ഈ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം അത് വലിയൊരു പവിത്രമായൊരു അമലാണ്, ഇബാദത്താണ്. ആ ഇബാദത്തിന് വേണ്ടി നമ്മളെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ തയ്യാറാക്കണം. മനസ്സിലായി? ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാക്കുക. ഒരിക്കലും നമ്മുടെ കാരണം കൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു അപാകത വരരുത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സുന്നത്തായ കാര്യം, ഇന്ന് അസ്ർ നമസ്കാരത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ നഖമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടുക, താടിയൊക്കെ ശരിയാക്കുക, ഇത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ജുമുഅൻ്റെ തൊട്ട് മുമ്പ് നമുക്കിതിനുള്ള അവസരങ്ങളാണ്. കുളിക്കുന്ന സമയത്ത് ഇത് ഫർളായ കുളി, അല്ലേ? ജുമുഅയുടെ ആ സുന്നത്തിന് വേണ്ടിയിട്ട് ജുമുഅയുടെ ആ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ നീയത്ത് വെച്ച്, ഈ സുന്നത്തിൻ്റെ നീയത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കുളിക്കുക. അയക്ക് നീങ്ങാനുള്ളൊരു സുന്നത്ത് അതും കൂടെ കൂട്ടത്തിൽ വെക്കുക. ഇങ്ങനെ നിത്യം കുളിക്കുന്ന ആ ഒരു കുളി അങ്ങനെ നീയത്ത് വെച്ചാൽ അതിനൊക്കെ ഉള്ള കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ നീയത്തുകളൊക്കെ വെച്ച് ഇന്ന് കുളിച്ച് ഇന്നത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലേക്ക്, ആ പരിശുദ്ധമായ ദിനം എന്ന് പറഞ്ഞ ഫക്കീറന്മാരുടെ ജുമുഅ ഹജ്ജാണ് പരിശുദ്ധമായ ജുമുഅ എന്ന് പറഞ്ഞത്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജുമുഅ അത് ഫക്കീറന്മാരായ ആളുകളുടെ ഹജ്ജായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിൻ്റെ ആ പവിത്രത ഇൻഷാ അല്ലാഹ് നമ്മൾ കൈവിടരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ ഈ അമലുകളൊക്കെ ചെയ്യാനും ചൊല്ലാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.